ഹായ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കൺഫെഷനുണ്ട്. ഞാൻ പ്രയത്തെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഫോർ ദാറ്റ് മാറ്റർ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അത് എൻ്റെ ബിലീഫ്. അത് നിങ്ങളുടെ പുറത്ത് അടിച്ചമർത്താനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോന് വ്യൂസ് കിട്ടണമെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ലോകത്തിൻ്റെ ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങളിൽ നടന്ന കുറച്ച് പാരനോർമൽ എക്സ്പീരിയൻസ് എടുത്ത് അതിൽ കുറച്ച് മസാലയും ചേർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഈ വീഡിയോന് വ്യൂസ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ ഈ വീഡിയോയിലൂടെ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. പ്രേതം എന്തുകൊണ്ടില്ല എന്ന് വളരെ സയൻറ്റിഫിക്കായിട്ട് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷവും പ്രേതം ഉണ്ടെന്ന് നിങ്ങൾക്ക് വളരെ ശക്തമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ റെസ്പെക്ട്ഫുള്ളി ഇടാവുന്നതാണ്, നമുക്ക് ഡിബേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് മറ്റ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഈ ഇമേജ് നോക്കുക. ഈ ഇമേജ് ഒരു സ്ഥലത്തിൻ്റെ മാപ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സ്ഥലത്തിൻ്റെ മാപ്പാണ്. ഈ സ്ഥലത്ത് എവിടെയോ, അതായത് ഈ സ്ക്വയറിന് എവിടെയോ ഒരു നിധി കുഴിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം തരികയാണ്. ഈ സ്ക്വയറിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം. അവിടെ കുഴിക്കുകയാണെങ്കിൽ നിധി കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഒരു ഒറ്റ അവസരം തരികയാണ് ഒരു പോയിന്റ് സെലക്ട് ചെയ്യാൻ. 5 സെക്കൻഡ് തരാം, നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് 10 വാക്കുകൾ തരാൻ പോവുകയാണ്. ഇത് ഓർത്ത് വയ്ക്കാൻ 10 സെക്കൻഡും തരികയാണ്. ഇതിൽ മാക്സിമം വാക്കുകൾ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. പക്ഷേ ഗോസ്റ്റിനെ പറ്റിയുള്ള വീഡിയോയിൽ എന്തായിരിക്കും ഒരു ട്രഷർ മാപ്പിനോ 10 റാൻഡം വാക്കുകൾക്കോ കാര്യം? ക്യൂറിയസ്? ഗോസ്റ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സൂപ്പർ നാച്ചുറൽ എന്താണെന്ന് മനസ്സിലാക്കണം. സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സയൻസിന് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രേതം, ഭൂതം, പിശാചി ഇവയെല്ലാം സൂപ്പർ നാച്ചുറലാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഈസ് ഓഫ് എക്സ്പ്ലനേഷന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടി നമുക്ക് സൂപ്പർ നാച്ചുറലിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആസ്ട്രോളജി, പാമിസ്ട്രി ആൻഡ് അതർ സൈക്കിക് എബിലിറ്റീസ്, സോൾസ്, സ്പിരിറ്റ്സ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസസ്, ഗോസ്റ്റ്, കോയിൻസിഡൻസസ് ആൻഡ് പ്രോഫസീസ്. ആദ്യത്തേതാണ് ആസ്ട്രോളജി, പാമിസ്ട്രി ആൻഡ് അതർ സൈക്കിക് എബിലിറ്റീസ്. ജ്യോതിഷം, ഹസ്തരേഖാശാസ്ത്രം, മുഖലക്ഷണം, അല്ലെങ്കിൽ തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ട് അത് നോക്കി പറയാം. ഇവയെല്ലാം ഇതിനകത്താണ് വരുന്നത്. ഇവയൊന്നും സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. മജീഷ്യനും പ്രശസ്തനായ സൈക്കോളജിസ്റ്റുമായ പ്രൊഫസർ റിച്ചർഡ് വൈസ്മാൻ മിസ്റ്റർ ഡി എന്നൊരു പാമിസ്റ്റിനെ ഇൻ്റർവ്യൂ ചെയ്തു. മിസ്റ്റർ ഡി 1934 ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു പാമിസ്റ്റാണ്. ഹസ്തരേഖാശാസ്ത്രം പറയുന്ന ആളാണ്. അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണ് ഈ ഫീൽഡ്. അദ്ദേഹം പ്രൊഫസർ റിച്ചർഡ് വൈസ്മാന് ഏതൊരു സൈക്കിക്ക് ഉപയോഗിക്കുന്ന ചില ട്രിക്സ് പറഞ്ഞു കൊടുത്തു. ഏതൊരു ജ്യോത്സ്യനും, ഹസ്തരേഖാശാസ്ത്രം നടത്തുന്ന ഏതൊരാളും, അല്ലെങ്കിൽ തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന ഏതൊരാളും, അല്ലെങ്കിൽ മുഖലക്ഷണം പറയുന്ന ഏതൊരാളും നടത്തുന്ന ചില ട്രിക്സിനെ പറ്റി പറഞ്ഞു കൊടുത്തു. 6 ട്രിക്സാണുള്ളത്. ആദ്യത്തേതാണ് ലേക്ക് വോബഗോൺ എഫക്റ്റ്. മിഡ് 1980s അമേരിക്കയിലെ ഫേമസ് കൊമേഡിയനും റൈറ്ററുമായ ഗാരിസൺ കേലർ ലേക്ക് വോബഗോൺ എന്ന് തുടങ്ങിയൊരു സാങ്കല്പികമായ സ്ഥലത്തിനെ പറ്റി എഴുതി. ലേക്ക് വോബഗോണിൽ താമസിക്കുന്ന എല്ലാ സ്ത്രീകളും സുന്ദരിമാരാണ്, എല്ലാ പുരുഷന്മാരും അതിശക്തിമാന്മാരാണ്, ആൻഡ് എല്ലാ കുട്ടികളും അബവ് ആവറേജ് ആണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാ കുട്ടികൾക്കും അബവ് ആവറേജ് ആവാൻ പറ്റില്ല. കാരണം ഒരു ആവറേജ് ഉണ്ടെങ്കിൽ അതിന് മേലെയും അതിന് താഴെ ആൾക്കാരുണ്ടായിരിക്കണം, എന്നാലും ഒരു ആവറേജ് എക്സിസ്റ്റ് ചെയ്യും. ലൈഫിൽ മിക്കപ്പോഴും യുക്തിയോടെയും വളരെ റാഷണലായും തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബ്രെയിൻ ഇതിനെ ബൈപ്പാസ് ചെയ്യും. ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും പുകഴ്ത്തുമ്പോഴാണ്. നമ്മൾ ആരെങ്കിലും പുകഴ്ത്തുമ്പോൾ നമ്മൾ അതിലുള്ള ലോജിക്ക് മറക്കും. ഇതിനെയാണ് ഈഗോ സെൻട്രിക് ബയസ് എന്ന് വിളിക്കുന്നത്. ലൈഫിൽ നമ്മൾ നേടിയിട്ടുള്ള സക്സസ്സിനെല്ലാം കാരണക്കാർ നമ്മളാണെന്നും, പക്ഷേ നമുക്ക് പറ്റിയിട്ടുള്ള ഫെയിലിയേഴ്സിനെല്ലാം കാരണക്കാർ മറ്റുള്ളവരാണെന്നും വിശ്വസിക്കുന്നതിൽ നമ്മൾ വളരെ സ്കിൽഡാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ എടുത്തു നോക്കും. സോഷ്യൽ മീഡിയയിൽ ഈ ഫോം ഓഫ് ടോക്സിക് പോസിറ്റിവിറ്റി നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. എപ്പോഴും ലൈഫിൽ നേടിയിട്ടുള്ള ചെറിയ സക്സസ്സിന് വരെ കാരണക്കാർ നമ്മളാണെന്നും, നമ്മളാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിയെന്നും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു തോൽവി സംഭവിച്ചാൽ അത് മറ്റുള്ളവരാണെന്നും നമ്മൾ എപ്പോഴും പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഇത് എപ്പോഴും കാണാൻ സാധിക്കും.
ഇൻഫാക്റ്റ് ഇത് പ്രൂവ് ചെയ്യുന്നൊരു വളരെ ഫേമസ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. റിസർച്ചേഴ്സ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി കല്യാണം കഴിച്ചിരിക്കുന്ന കപ്പിൾസിനെ വിളിച്ചു. എന്നിട്ട് ഹസ്ബൻഡിനെയും വൈഫിനെയും സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഹസ്ബൻഡിനോടും വൈഫിനോട് സെപ്പറേറ്റ്ലി ചോദിച്ചു, വീട്ടു ജോലികളിൽ എത്ര ശതമാനം പങ്ക് നിങ്ങൾക്കുണ്ട്. ഹസ്ബൻഡും വൈഫും പറഞ്ഞ ശതമാനം എടുത്ത് കൂട്ടി നോക്കിയാൽ അത് എപ്പോഴും 100-ന് മേലെയായിരുന്നു. അതൊരിക്കലും സാധിക്കില്ല. അതായത് നമ്മൾ നമ്മുടെ കഴിവുകളെ എപ്പോഴും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. 94% ആൾക്കാരും വിശ്വസിക്കുന്നത് അവർക്ക് അബോവ് ആവറേജ് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെന്നാണ്. 80% ഡ്രൈവേഴ്സും വിശ്വസിക്കുന്നത് അവർ ബെറ്റർ ദാൻ ദ ആവറേജ് ഡ്രൈവർ ആണെന്നാണ്. ആൻഡ് 75% ബിസിനസ്മാൻ വിചാരിക്കുന്നത് അവർ ആവറേജ് ബിസിനസ്മാനെക്കാട്ടിലും നന്മയോടെ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്നാണ്. ഇതൊരിക്കലും സാധ്യമല്ല. നമ്മൾ നമ്മുടെ സ്കിൽസിനെ എപ്പോഴും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഇതാണ് ഈഗോസെൻട്രിക് ബയസ്. ഇത് സൈക്കിക്സിന് വളരെ വൃത്തിയായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഏതൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാലും, അല്ലെങ്കിൽ തത്തയെ കൊണ്ട് കാർഡ് എടുപ്പിക്കുന്ന ആളുടെ അടുത്ത് പോയാലും, അല്ലെങ്കിൽ പാമിസ്റ്റിൻ്റെ അടുത്ത് പോയാലും അവർ നിങ്ങളെ പുകഴ്ത്തുന്നത്. അവർ നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് വളരെ വിശാലമായ മനസ്സാണ്. ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമുക്ക് വളരെ വിശാലമായ മനസ്സാണെന്നാണ്. അവർ നിങ്ങളോട് പറയും നിങ്ങൾ വളരെ കരുണയുള്ളവരാണെന്ന്. അത് തന്നെ നമ്മളെല്ലാവരും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വളരെ കരുണയുള്ളവരാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അവർ നിങ്ങളോട് പറയും നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണെന്ന്. എല്ലാവരും വിശ്വസിക്കുന്നത് അവർ ഇൻറ്റ്യൂട്ടീവ് ആണെന്നാണ്. ആൻഡ് ഇങ്ങനെ ഒരു സൈക്കിക്ക് നമ്മളോട് പറയുമ്പോൾ, ഒരു ജ്യോത്സ്യനോ ഒരു ഹസ്തരേഖ ശാസ്ത്രം നടത്തുന്ന ആളോ നമ്മുടെ അടുത്ത് ഇത് പറയുമ്പോൾ ലേക്ക് വോബഗോൺ എഫക്റ്റ് കിക്കിനി ആയിട്ട് നമ്മൾ യുക്തിയെല്ലാം മറന്ന് അവർ പറയുന്നത് വിശ്വസിക്കും. രണ്ടാമത്തെ എഫക്റ്റാണ് ഡാർട്ട്മത്ത് ഇന്ത്യൻസ് വേഴ്സസ് പ്രിൻസ്റ്റൺ ടൈഗേഴ്സ് എഫക്റ്റ്. പക്ഷേ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇതിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ചെൽസി എഫക്റ്റ് എന്ന് വിളിക്കാം. പക്ഷേ വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇനി തൊട്ട് ജ്യോത്സ്യന്മാരെയും കൈനോക്കി പറയുന്ന ആൾക്കാരെയും തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കളക്റ്റീവ്ലി സൈക്കിക്സ് എന്നാണ് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ചെൽസി ഒരു മാച്ച് നടക്കുകയാണ്, ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഫൗള് നടന്നു. 2 പാർട്ടീസും അതിൽ ഉത്തരവാദിയാണ്. ഇത് കാണുന്ന ഒരു ആവറേജ് ഫാൻ, അതായത് ചെൽസിയുടെയോ യുണൈറ്റഡിൻ്റെയോ കടുത്ത ഫാനല്ല, ഒരു ന്യൂട്രൽ സ്റ്റാൻസുള്ള ആൾ 2 സൈഡിലെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കും. ആൻഡ് ഇയാൾ ഈ കുറ്റങ്ങൾ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനിൻ്റെ അടുത്തും പോയി പറയും, ഒരു ചെൽസി ഫാനിൻ്റെ അടുത്തും പോയി പറയും. യുണൈറ്റഡ് ഫാൻ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് എടുക്കൂ. ചെൽസി ഫാൻ ചെൽസിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് എടുക്കൂ. ഇത് സൈക്കിക്സിന് വളരെ വൃത്തിയായിട്ട് അറിയാം. അതുകൊണ്ട് അവർ വളരെ കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവരുടെ കസ്റ്റമേഴ്സിനോട് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ നിങ്ങൾ ഏത് സൈക്കിക്കിൻ്റെ അടുത്ത് പോയാലും അവർ നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു നാണം കുണിയാണെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ അവസരോചിതമായി തുറന്ന് സംസാരിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് നിങ്ങൾ. ഇത് വളരെ കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ ഇതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ മാത്രമേ എടുക്കൂ. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾക്ക് വളരെ സെൻസിറ്റീവായ ഒരു മനസ്സാണ്, നിങ്ങൾ ഭയങ്കര ലോല ഹൃദയമുള്ള ആൾക്കാരാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ ശക്തമായ ഒരു തീരുമാനം എടുക്കും. അപ്പം നിങ്ങൾ ഇതിൽ നിങ്ങൾ വേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ലോല ഹൃദയമുള്ള ആളാണ്, നിങ്ങൾ അതെടുക്കും. നിങ്ങൾ ശക്തമായി തീരുമാനിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതെടുക്കും. ഇങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ ലൈഫിൽ വളരെ ലോജിക്കൽ ഡിസിഷൻ എടുക്കുന്ന ആളാണ്, പക്ഷേ ചില ഇമോഷണൽ കാര്യങ്ങളിൽ നിങ്ങൾ ലോജിക്ക് മറന്ന് പ്രവർത്തിക്കും. അപ്പം നിങ്ങൾ ലോജിക്ക് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ലോജിക്ക് എടുക്കും, ഇമോഷണൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇമോഷൻ എടുക്കും. ഇതാണ് സൈക്കിക്സ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ട്രിക്ക്. മൂന്നാമത്തെ ട്രിക്കാണ് ദ ക്രിയേഷൻ ഓഫ് മീനിങ്, ഓൾസോ നോൺ ആസ് ദ പ്രൊക്രൂസ്റ്റിയൻ എഫക്റ്റ്. പ്രൊക്രൂസ്റ്റിയൻ എഫക്റ്റ് എന്ന പേര് വരുന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ പ്രൊക്രൂസ്റ്റസിൽ നിന്നാണ്. പ്രൊക്രൂസ്റ്റസ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിടിച്ച് പ്രൊക്രൂസ്റ്റസിൻ്റെ കട്ടിൽ കിടത്തും. എന്നിട്ട് അവരുടെ കൈകളുടെയും കാലുകളുടെയും നീളം കട്ടിലുമായി മാച്ച് ചെയ്തില്ലെങ്കിൽ, കട്ടിലിനെക്കാട്ടിലും കുറവാണെങ്കിൽ കൈയും കാലും പിടിച്ച് വലിച്ച് നീട്ടുകയും കട്ടിലിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ കൈയും കാലും മുറിച്ച് കളയുകയും ചെയ്യും. അതായത് കട്ടിലിൻ്റെ നീളം അനുസരിച്ച് അവരുടെ കൈകളുടെയും കാലുകളുടെയും ലെങ്ത്ത് മാച്ച് ചെയ്തിരുന്നു പ്രൊക്രൂസ്റ്റസ്. അതിൽ നിന്നാണ് ഈ പേര് വരുന്നത്. മനുഷ്യനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാം. ABC 3 അക്ഷരങ്ങൾ കാണുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നടുക്കുള്ള അക്ഷരങ്ങളെ B എന്നാണ് വായിക്കുന്നത്. പക്ഷേ ഈ ബിയുടെ മേളിൽ ഞാൻ ഒരു 12, 14 വിട്ടാൽ ആ B പെട്ടെന്ന് നിങ്ങൾക്ക് 13 ആയിട്ട് തോന്നും. അതായത് മീനിങ് അധികമില്ലാത്ത സാധനങ്ങളിൽ നിന്ന് മീനിങ് ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ ഹൈലി സ്കിൽഡാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആകാശത്ത് മേഘങ്ങളെ നോക്കി അതിൽ പാറ്റേൺസ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ആകാശത്ത് സ്റ്റാർസിനെ നോക്കി ഒരു ബന്ധമില്ലാത്ത റാൻഡം പാറ്റേൺ ഓഫ് സ്റ്റാർസിനെ നോക്കി അതൊരു കോൺസ്റ്റലേഷനാണ്, അതിന് മീനിങ് ഉണ്ട്, അതൊരു പാറ്റേൺ ആണെന്നൊക്കെ പറയുന്നത്. ഇത് തന്നെയാണ് പല സൈക്കിക്സും ഈവൻ പല പൊളിറ്റീഷ്യൻസും ഉപയോഗിക്കുന്നത്. അവർ വളരെ വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയും. ലെറ്റ്സ് സേ അവർ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എന്തോ ഒരു ചേഞ്ച് ഉണ്ട്. ആരുടെ ജീവിതത്തിലാണ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ചേഞ്ച് ഉണ്ടാവാത്തത്? നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കാം, നിങ്ങൾക്കൊരു വീട് വിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് ഇൻഹെറിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊരു വസ്തു വാങ്ങിക്കാം, വസ്തു വിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റെൻറ്റിന് കൊടുക്കാം,
അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് എന്തെങ്കിലും വസ്തു വിറ്റ് കാണാം, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രിപ്പിന് പോയി കാണാം. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. സൈക്കിക്സ് ഉപയോഗിക്കുന്ന 4ാമത്തെ ട്രിക്കാണ് ദ ഇല്യൂഷൻ ഓഫ് യൂണീക്നെസ്. അതായത് മനുഷ്യൻ അത്ര യുണീക്ക് അല്ല. സോഷ്യൽ മീഡിയ പറങ്ങി പരത്താൻ ശ്രമിക്കുന്നത്, ഇൻസ്റ്റ തുറന്നു നോക്കിയാൽ ഏറ്റവും കാണാൻ പറ്റുന്നൊരു മെസ്സേജാണ് യു ആർ യുണീക്ക്, യു ആർ ഡിഫറെൻറ്റ്. ആൻഡ് ഇതൊക്കെ ഒരു ഫോൾസ് മെസ്സേജാണ്. ഓക്കെ, യു മൈറ്റ് ബി യുണീക്ക് ഇൻ യുവർ ഓൺ ഡിഫറെൻറ്റ് വേസ്. പക്ഷേ മനുഷ്യന്മാരെല്ലാം മോറല്ല സിമിലറാണ് പല കാര്യങ്ങളിലും. ഞാൻ നിങ്ങളോട് വീഡിയോൻ്റെ ആദ്യം തുടങ്ങിയപ്പം പറഞ്ഞു, ഈ സ്ക്വയറിൽ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ, നിധി ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഈ റീജിയനിലായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ റീജിയനിൽ ചൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രത്യേകിച്ച് യുണീക്ക് ആണെന്ന് അല്ല. നിങ്ങൾ ഈ കാര്യത്തിൽ മേ ബി ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ മനുഷ്യന്മാരുടെ ജനറൽ തോട്ട് പ്രോസസ്സും ബിഹേവിയറും പല രീതികളിൽ സിമിലറാണ്. ഇത് സൈക്കിക്സ് അവരുടെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കും. അവർ പല കാര്യങ്ങളും മനുഷ്യന്മാരോട് പറയും. അവർ പല ആൾക്കാരോടും പറയും, നിങ്ങളുടെ ഇടത് മുട്ടിലൊരു സ്കാർ ഉണ്ടായിരിക്കും. 1/3 ഓഫ് ദ പോപ്പുലേഷനും ഇടത് മുട്ടിലൊരു സ്കാറുണ്ട്. ഒരു ചെറിയ സ്കാറോ ഒരു വലിയ സ്കാറോ ഒരു സ്കാറുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ഗൗതം എന്ന് പറഞ്ഞ ഒരാളെ അറിയാവുന്നു. മിക്കവർക്കും ഒരു ബന്ധുവോ ഒരു സുഹൃത്തോ കാണും ഗൗതം എന്ന് പേരുള്ളത്. അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയും, നിങ്ങൾ ഉപയോഗിക്കാത്തൊരു ചെരുപ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന്. ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലും കാണും അവർ ഉപയോഗിക്കാത്തൊരു ചെരുപ്പ്. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലോ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈലിലോ മനുഷ്യൻ്റെ തോട്ട് പ്രോസസ്സിലോ യുണീക്ക് അല്ലാത്ത വളരെ കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും സൈക്കിക്സ് അവരുടെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കും. മറ്റ് 2 ട്രിക്സും കൂടെ സൈക്കിക്സ് ഉപയോഗിക്കും. ഇത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ട്രിക്കിനെ നമ്മൾ ഫിഷിംഗ് ആൻഡ് ഫോർക്കിംഗ് എന്നാണ് പറയുന്നത്. ഫിഷിംഗ് ആൻഡ് ഫോർക്കിങ്ങിൽ സൈക്കിക്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരാളോട് ഒരു പ്രഡിക്ഷൻ പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റം അനുസരിച്ച് അവരുടെ പ്രഡിക്ഷൻ മാറ്റുക. നിങ്ങളുടെ കൈ നോക്കി ഒരാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ഭാവം മാറുന്നതനുസരിച്ച് അവരവരുടെ ഒപ്പീനിയൻ മാറ്റും. ആൻഡ് ലാസ്റ്റ് ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, സൈക്കിക്സ് അവരുടെ പ്രഡിക്ഷൻ തെറ്റിയാൽ അതനുസരിച്ച് അവരുടെ പ്രഡിക്ഷൻ മാറ്റും. ലെറ്റ്സ് സേ ഒരു സൈക്കിക്ക് നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ മുഖം നോക്കി പറയാണ്, നിങ്ങൾക്ക് രവി എന്ന് പറഞ്ഞൊരു ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് രവി എന്ന് പറഞ്ഞൊരു ബന്ധമില്ല. അപ്പോൾ സൈക്കിക്ക് പെട്ടെന്ന് അവരുടെ ഒപ്പീനിയൻ മാറ്റും. രവി അല്ല, മേ ബി ഒരു രാജീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു രവീന്ദ്രനായിരിക്കാം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ പേരിലെത്തും. ഇതാണ് സൈക്കിക്സ് ഉപയോഗിക്കുന്ന ട്രിക്സ്. അപ്പോൾ 6 ട്രിക്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സൈക്കിക്സ് എന്തുകൊണ്ട് സ്കാമാണെന്ന്. സൈക്കിക്സ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ കൈനോക്കി പറയുന്നവരായിരിക്കണം എന്നില്ല. പല സ്വാമിമാർ, എത്ര പേരാണ് നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്വാമിമാരുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ പലരും ഉണ്ട്, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇവരൊക്കെ നടത്തുന്ന സെയിം ട്രിക്സാണ്. എനിക്ക് തന്നെ അറിയാവുന്ന എത്ര ബന്ധുക്കൾ വളരെ ഫേമസ് ആയ സ്വാമിമാരുടെ അടുത്തും അമ്മമാരുടെ അടുത്തുമൊക്കെ പോയിട്ട് അവരവരുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയുമ്പോൾ അത് വിശ്വസിച്ച് അതിൽ വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് വരുന്നു. പക്ഷേ അതിൽ ഇമ്പ്രസ്ഡ് ആവാൻ ഒന്നുമില്ല. ഇതുപോലത്തെ ചില ട്രിക്സാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരും ആൾക്കാർ സ്കാം ചെയ്യാൻ വേണ്ടി അല്ല ഇത് ചെയ്യുന്നത്. ഓക്കെ, സ്കാം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പലരും ഉണ്ട്. ആക്ച്വലി സ്കാം ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ബുക്സ് CDs വരെ ഉണ്ട്. പക്ഷേ ചിലർ വിശ്വസിക്കുന്നത് അവർ മനഃപൂർവ്വം സ്കാം ചെയ്യുന്നതാണെന്നല്ല. അവരുടെ വിചാരം ഇതൊക്കെ അവരുടെ കഴിവാണ്, അവരെ ഏതോ ഒരു ആത്മാവോ ഏതോ ഒരു ശക്തിയോ ഇതിലൂടെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ അത് തെറ്റാണ്. ഇത് സയൻറ്റിഫിക് അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ സൂപ്പർ നാച്ചുറൽ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നു. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. സോൾസ്, സ്പിരിറ്റ്സ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസസ് ആൻഡ് നിയർ ഡെത്ത് എക്സ്പീരിയൻസസ്. സോൾസ്, സ്പിരിറ്റ്സും എന്താണെന്ന് നമുക്കറിയാം, ആത്മാക്കളാണ്. പക്ഷേ ആത്മാക്കളുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ ഇതുവരെ സയൻസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ സയൻസ് ക്ലോസ് ആയിട്ടുണ്ട് 2 സന്ദർഭങ്ങളിൽ. 1861 ബോസ്റ്റണിൽ ജുവലറും അമച്വർ ഫോട്ടോഗ്രാഫറുമായ വില്യം മംബ്ലർ ഒരു ഡിസ്കവറി നടത്തി. പുള്ളി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, പുള്ളിയുടെ തന്നെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു സ്പിരിറ്റിൻ്റെ പടം കണ്ടു. പുള്ളിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അതൊരു ഡബിൾ എക്സ്പോഷറാണെന്ന്. പക്ഷേ പുള്ളിയുടെ ഫ്രണ്ട്സിനെ പുള്ളി ഈ ഫോട്ടോ കാണിച്ചപ്പം പുള്ളിയുടെ ഫ്രണ്ട്സ് കണ്ടുപിടിച്ചു ആ ഡബിൾ എക്സ്പോഷറിൽ കാണുന്ന സ്പിരിറ്റിനെ കാണാൻ വില്യം മംബ്ലറിൻ്റെ മരിച്ചുപോയ കസിനെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ അവരെല്ലാം വിശ്വസിച്ചു ആ കണ്ട ഡബിൾ എക്സ്പോഷർ വില്യം മംബ്ലറുടെ മരിച്ചുപോയ കസിനാണെന്ന്. പെട്ടെന്ന് തന്നെ വില്യം മംബ്ലർ ഫേമസ് ആയി ആൻഡ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്പിരിറ്റ് ഫോട്ടോഗ്രാഫറായി, ആത്മാക്കളുടെ ഫോട്ടോഗ്രാഫർ എടുക്കുന്ന ആൾ. പിന്നെ കുറേ വർഷത്തേക്ക് പുള്ളിക്കാരൻ ഭയങ്കര ബിസിയായിരുന്നു. ആൾക്കാർക്ക് ഫോട്ടോസ് എടുത്ത് കൊടുക്കുക, അതിൽ എല്ലാത്തിനും സ്പിരിറ്റ്സിനെ കാണുക. ഞാൻ അങ്ങേര് ഭയങ്കര റിച്ചായി ഇത് കാരണം. പക്ഷെ പിന്നെ പെട്ടെന്നൊരു പ്രോബ്ലം ഉണ്ടായി. ആൾക്കാർ പുള്ളിക്കാരനെതിരെ കേസ് കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ഈ കേസ് എന്തെന്ന് വെച്ചാൽ, ആൾക്കാർ വീട്ടിലില്ലാത്ത സമയത്ത് അവരുടെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി ഇദ്ദേഹം കയറുകയും അവരുടെ മരിച്ചുപോയ ബന്ധുക്കളുടെ ഫോട്ടോ അടിച്ചു മാറ്റുകയും ആ ഫോട്ടോ ഉപയോഗിച്ച് ഈ സ്പിരിറ്റ്സിൻ്റെ പടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നായിരുന്നു. ഈ കേസിൽ ഫൈറ്റ് ചെയ്ത് വില്യം മംബ്ലറിൻ്റെ പൈസ ഫുൾ നഷ്ടപ്പെട്ട് അദ്ദേഹം ദാരിദ്ര്യത്തിൽ മരിച്ചു. രണ്ടാമത്തെ ഫേമസ് എക്സ്പെരിമെൻറ്റിനെ 21 grams എക്സ്പെരിമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് നടത്തിയത് അമേരിക്കൻ ഫിസിഷ്യനായ ഡങ്കൻ മെക്ഡഗലാണ്. പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പം പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മരിക്കാറായി നിൽക്കുന്ന, മരണത്തിൻ്റെ വക്കിലിരിക്കുന്ന 6 പേര്, അതിൽ 4 പേര് ട്യൂബർകുലോസിസ് വന്ന് മരിക്കാനിരിക്കുകയായിരുന്നു, 2 പേര് ഡയബറ്റീസ് വന്ന് മരിക്കാനിരിക്കുകയായിരുന്നു. ഈ 6 പേരും അവരുടെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, അവർ ലിറ്ററലി അവർ മരിക്കാറായി നിൽക്കുന്ന സമയത്ത് അവരുടെ വെയിറ്റ് ഇദ്ദേഹം മെഷർ ചെയ്തു. അവരെ വീൽ ചെയറിൽ ഉരുട്ടി ഒരു വെയിങ് സ്കെയിലിൽ കൊണ്ടുപോയി അവരുടെ വെയിറ്റ് മെഷർ ചെയ്തു. അതിന് അദ്ദേഹം നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ മരിക്കുന്ന ഓൾമോസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി വിത്തിൻ സെക്കൻഡ്സ് മനുഷ്യന് 21 ഗ്രാം വെയിറ്റ് കുറയും. ഇതിനെ അദ്ദേഹം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വെയിറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഇതേ എക്സ്പെരിമെൻറ്റ് അദ്ദേഹം പട്ടികളുടെ പുറത്ത് കണ്ടക്ട് ചെയ്തപ്പോൾ പട്ടികൾ മരിച്ചതിന് ശേഷം അവരുടെ വെയിറ്റിൽ വ്യത്യാസം വന്നില്ല ഇൻസ്റ്റൻ്റ്ലി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഇമ്പ്രസ്ഡായി. കാരണം നമുക്ക് മതങ്ങൾ, ഏതൊരു റിലീജിയനും പറയുന്നത് മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ, മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്നാണ്. ഇത് അദ്ദേഹം പ്രൂവ് ചെയ്തു എന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് മാറാൻ തുടങ്ങി. 1907 മറ്റൊരു ഫേമസ് ഫിസിഷ്യനായ അഗസ്റ്റസ് പി ക്ലാർക്ക് ഇതിന് പുറകിലുള്ള മിസ്റ്ററി സോൾവ് ചെയ്തു. അദ്ദേഹം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബോഡി മനുഷ്യൻ മരിക്കുന്ന ഉടനെ തന്നെ അതിൻ്റെ ലങ്സിൻ്റെ ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ലങ്സിന് ബ്ലഡിനെ കൂൾ ഡൗൺ ചെയ്യാൻ സാധിക്കില്ല. ഇതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ടെമ്പറേച്ചർ സഡൻലി കൂടാൻ തുടങ്ങും. ഇതുകൊണ്ട് മനുഷ്യൻ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും മരിക്കുന്ന ഉടനെ. അതുകൊണ്ട് തന്നെ ആ സ്വെറ്റിലൂടെ 21 ഗ്രാം നഷ്ടപ്പെടും. പക്ഷേ പട്ടികൾക്ക് ഇത് സംഭവിക്കില്ല. കാരണം പട്ടികൾക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. പട്ടികൾക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പട്ടികൾ എപ്പോഴും നാക്ക് പുറത്തിട്ട് ഇങ്ങനെ പാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടികൾക്ക് ഇതേ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ മരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ സ്വെറ്റ് നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് അവർക്ക് 21 ഗ്രാം നഷ്ടപ്പെടാത്തത്. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന സാധനമാണ് OBE, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസസ്. നമ്മളിൽ പലർക്കും ഇതുണ്ടായിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഹൈലി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സന്ദർഭത്തിലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പലരും ഡ്രഗ്സ് അടിച്ചിട്ടുള്ള എന്തെങ്കിലും സമയത്തിലായിരുന്നിരിക്കാം. അവരുടെ ശരീരത്തിൽ നിന്നും എണീറ്റ് വന്നതുപോലെ, അല്ലെങ്കിൽ അവരൊരു ആത്മാവായി പുറത്ത് വന്ന് അവരുടെ ശരീരം കാണുകയും ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നതും പോലെ തോന്നും. ഇതിനെയാണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നത്. ഇതേ സാധനം മരണക്കിടക്കയിൽ സംഭവിക്കുകയാണെങ്കിൽ, മരണത്തിനോട് അടുക്കുന്ന സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ ഇതിനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് വിളിക്കും. OBEയും NDയും ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മളോട് ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഓക്കെ, ദാറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ ജീവിക്കുന്നത് ബാംഗ്ലൂരിലാണ്, നിങ്ങൾ ജീവിക്കുന്നത് എവിടെയാവും, നാട്ടിലാവാം, പുറത്താവാം. പക്ഷേ അതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? ഇതിൻ്റെ മോസ്റ്റ് പ്രിസൈസ് ആൻസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനകത്താണ് ജീവിക്കുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനകത്താണെന്നുള്ള തോന്നൽ നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു ട്രിക്കാണ്. നിങ്ങളുടെ ബ്രെയിനാണ് നിങ്ങളെ തോന്നിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനകത്താണെന്ന്. അത് നിങ്ങളുടെ ബ്രെയിനിനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലത് കൈ ഒരു ടേബിളിൽ വയ്ക്കുക. എന്നിട്ട് ഒരു 8-10 സെൻറ്റിമീറ്റർ നിങ്ങളുടെ കൈ വലത് വശത്തേക്ക് നീക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈ ഇനിഷ്യലി ഇരുന്ന സ്ഥലത്ത് ഒരു ഡമ്മി കൈ വയ്ക്കുക. എന്നിട്ട് ഈ ഡമ്മി കൈയും നിങ്ങളുടെ ഒറിജിനൽ കൈയും എന്തെങ്കിലും ഒരു ബുക്കോ ഒരു സാധനമോ ഒരു പാർട്ടീഷൻ ഇട്ട് മറയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒറിജിനൽ കൈയുടെ പുറത്തൊരു ടവലോ അങ്ങനെ എന്തെങ്കിലും ഇടുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ കൈ കാണാൻ സാധിക്കരുത്, പക്ഷേ ഡമ്മി കൈ കാണാൻ സാധിക്കണം. ഇനി നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുക, നിങ്ങളുടെ ഒറിജിനൽ കൈയിലും നിങ്ങളുടെ ഡമ്മി കൈയിലും ഒരേ സമയത്ത് തടവാൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വലത് കൈ ആ ഡമ്മി കൈയുടെ സ്ഥാനത്താണെന്ന് തോന്നും. ഇതുപോലെ പല എക്സ്പെരിമെൻറ്റ്സും നടത്തിയിട്ടുണ്ട്. ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ എന്ന് പറഞ്ഞ ബുക്കിൽ വിളയന്നൂർ രാമചന്ദ്രൻ ഇഷ്ടംപോലെ ഇതുപോലത്തെ എക്സ്പെരിമെൻറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിളാണ്, നിങ്ങൾ നിങ്ങളുടെ ഇടത് കൈ എടുത്തൊരു ഡെസ്കിനടിയിൽ വയ്ക്കുക. ഇത് 50% ആൾക്കാർക്കേ നടക്കൂ. അതിന് നിങ്ങളുടെ സുഹൃത്തിനോട് പറയുക, നിങ്ങളുടെ ഇടത് കൈയുടെ മുകളിൽ, അതായത് ഡെസ്കിൻ്റെ പുറത്ത് തടവുക. നിങ്ങളുടെ കൈ കാണാൻ സാധിക്കരുത്, ഡെസ്കിൻ്റെ പുറത്ത് തടവുക. അതേസമയം നിങ്ങളുടെ കയ്യിലും തടവുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 50% ആൾക്കാർക്കും അവരുടെ കൈ ഡെസ്ക് ആണെന്ന് തോന്നും. അതായത് ഡെസ്ക് ഇരിക്കുന്ന സ്ഥാനത്താണ് അവരുടെ കൈയെന്ന് തോന്നും. അതായത് നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ശരീരത്തിനുള്ളിലാണെന്ന് തോന്നിക്കുന്നത്. അത് നമുക്ക് ട്രിക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇനിയും ട്രിക്ക് ചെയ്യാൻ പറ്റും, മച്ച് ബെറ്ററായിട്ട് ട്രിക്ക് ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിളുണ്ട്. നമുക്കൊരു VR സെറ്റ് എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മളെപ്പോലെ ഒരു പ്രൊജക്ഷൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ ഫ്രണ്ടിൽ കാണാം. അതായത് ഇപ്പം ഞാനൊരു VR വെച്ചിരിക്കുകയാണ്, എൻ്റെ ഒരു 6-7 മീറ്റർ ഫ്രണ്ടിൽ എൻ്റെ പിൻഭാഗം കാണുന്ന പോലെ ഒരു പ്രൊജക്ഷനുണ്ട്. എന്നിട്ട് ഒരേ സമയം എൻ്റെ ബാക്കിൽ ഒരു വടിയിട്ട് ഇങ്ങനെ പതുക്കെ തടവുക. ആ പ്രൊജക്ഷൻ്റെ ബാക്കിൽ ഒരു വടിയിട്ട് പതുക്കെ തടവുകയാണെങ്കിൽ എനിക്ക് ഞാൻ 6-7 മീറ്റർ മുമ്പിലാണെന്ന് തോന്നും. ഇതോടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ആക്ച്വലി റിയൽ ലൈഫ് കോൺസിക്വൻസസും ഇതിനുണ്ട്. കൈയും കാലും ആംബ്യൂട്ടേറ്റ് ആയ പലർക്കും അവരുടെ കൈ അവിടെ ഉണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ കൈ ഉള്ളെടുത്ത് അവർ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഇതിനെ നമ്മൾ ഫാൻറ്റം പെയിൻ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ എനിവേസ് നിങ്ങൾക്ക് OBE ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിനെ പറ്റി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി നമുക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസിന് പോകാം. നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവാണ്. കാരണം മരണത്തിൻ്റെ വക്കിലെത്തി തിരിച്ചു വന്നിട്ടുള്ള പലരും പറയുന്നത് മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ അവർ ദൈവികമായൊരു പ്രസൻസ് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അവരൊരു വെളിച്ചം കണ്ടുവന്നോ, അല്ലെങ്കിൽ ഒരു ചുമന്ന ലൈറ്റ് കണ്ടുവന്നോ ഒക്കെയാണ്. ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ്? നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റെ മോസ്റ്റ് ഫേമസ് എക്സാമ്പിളാണ് 1977 മറിയ എന്ന നേഴ്സിന് സംഭവിച്ചത്. മറിയ എന്ന നേഴ്സിന് സെക്കൻഡ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പുള്ളിക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. പുള്ളിക്കാരിക്ക് ഒന്നും വളരെ ചെറിയ ബോധമേ ഉള്ളൂ, അധികം ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. പുള്ളിക്കാരിയുടെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഡോക്ടേഴ്സ് ആർട്ടിഫിഷ്യലി പുള്ളിക്കാരിയുടെ ഹാർട്ട് മമ്പ് ചെയ്ത് പുള്ളിക്കാരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവന്നു. ഇതിന് ശേഷം പുള്ളിക്കാരി ഡിസ്ചാർജ് ആയതിനു ശേഷം പുള്ളിക്കാരിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരിയെ ഡോക്ടേഴ്സ് റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ആത്മാവ് പുറത്ത് വന്നതുപോലെയും ആ ഡോക്ടേഴ്സിനെയൊക്കെ കാണുകയും മുകളിൽ നിന്ന് കാണുകയും ആ ഹോസ്പിറ്റലിലൊക്കെ ചുറ്റിക്കറങ്ങുകയും ഹോസ്പിറ്റലിൻ്റെ 3ാമത്തെ നിലയിലെ വിൻഡോയിൻ്റെ അടുത്തുള്ളൊരു ഷൂ കാണുകയും ചെയ്തു എന്ന്. അപ്പം പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ഇത് ഓബ്വിയസ്ലി ആദ്യം വിശ്വസിച്ചില്ല. പക്ഷേ പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ 3ാമത്തെ നിലയുടെ വിൻഡോയുടെ വെളിയിൽ ഒരു ഷൂ ഉണ്ടായിരുന്നു. വിൻഡോയുടെ ലെഡ്ജിൽ ഒരു ഷൂ ഉണ്ടായിരുന്നു. ഇതൊരിക്കലും മറിയയ്ക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പുള്ളിക്കാരിക്ക് ഉറപ്പായിരുന്നു. കാരണം മറിയ ഹാർട്ട് അറ്റാക്കിൻ്റെ വെപ്രാളത്തിലായിരുന്നു. ഷൂ 3rd ഫ്ലോറിലുമായിരുന്നു. മറിയ ഒരിക്കലും 3rd ഫ്ലോറിൽ പോയിട്ടില്ല. മറിയ ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെ ആയിരുന്നു മറിയയുടെ ഓപ്പറേഷനും എല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇതിനെപ്പറ്റി ഒരു ബുക്ക് എഴുതി. മറിയയുടെ ഫ്രണ്ട് ഇതിനെപ്പറ്റി ഒരു ബുക്ക് എഴുതി. അത് ഇൻസ്റ്റൻറ്റ് ഹിറ്റായി. കുറച്ച് നാളിന് ശേഷം കുറച്ച് റിസർച്ചേഴ്സ് ഇതിൻ്റെ സത്യം അറിയാൻ വേണ്ടി ആ ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഷൂ ഇരുന്ന സ്ഥാനത്ത് അവരൊരു റിയൽ ഷൂ പ്ലേസ് ചെയ്തു. എന്നിട്ട് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഷൂ ആർക്കും കാണാൻ സാധിക്കും. ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെ പോകുന്ന ഒരാൾക്ക് കാണാൻ സാധിക്കും. ആ പരിസരത്തുള്ള ആർക്കും ആ ഷൂ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു പൊസിഷനിലാണ് അത്. എന്നിട്ട് പിന്നെ മറ്റൊരു കാര്യം അവർ ഒബ്സർവ് ചെയ്തത്, മറിയയുടെ ഈ സുഹൃത്ത് ഈ കഥ എഴുതുന്ന 7 വർഷങ്ങൾക്ക് ശേഷമാണ്. മറിയയ്ക്ക് ഇത് സംഭവിച്ചതിന് 7 വർഷങ്ങൾക്ക് ശേഷമാണ്. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരിക്ക് പല മസാല ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എനിവേസ് അവർ കൺക്ലൂഡ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ, മറിയ ഹോസ്പിറ്റലിൽ അനസ്തെറ്റൈസ്ഡായി അവർ മറിയയുടെ ഹാർട്ട് ആർട്ടിഫിഷ്യലി തിരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഡോക്ടേഴ്സ് ഈ ഷൂവിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് മറിയ കേട്ടിട്ടുണ്ടാകാം. ആൻഡ് മറിയയ്ക്ക് സബ് കോൺഷ്യസ്ലി ഉണ്ടായ ഒരു എഫക്റ്റാണ് ആ ഷൂ അവിടെ കണ്ടു എന്നുള്ളത്. അപ്പോൾ ഇതോടെ നിങ്ങൾക്ക് ആത്മാക്കളെ പറ്റിയും ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ വീഡിയോയുടെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടിലേക്ക് കിടക്കാം. ഗോസ്. 30% ആൾക്കാരും പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. 15% ആൾക്കാർക്ക് പ്രേതങ്ങളുമായി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 15%-ൽ 1% ആൾക്കാർ മാത്രമേ പ്രേതത്തിൻ്റെ രൂപത്തിനെ കണ്ടിട്ടുള്ളൂ. ആൻഡ് ഇത് മിക്കപ്പോഴും സംഭവിക്കുന്നത് മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നൊരു സന്ദർഭത്തിലാണ്. ഈ ഫിനോമിനൻ ഇസ് സോ പോപ്പുലർ ദാറ്റ് സ്വീഡിഷ് പെയിൻറ്ററായ ഹെൻറി ഫ്യൂസലി ഒരു പടം വരച്ചു. അതിൽ ഒരു സ്ത്രീ കിടന്നുറങ്ങുമ്പോൾ ആ സ്ത്രീയുടെ പുറത്തൊരു ചെറിയൊരു ഡീമൺ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നതാണ്. ഈ ഡീമൺ പെയിൻറ്റിങ്ങിലേക്ക് നമ്മളെ നോക്കുകയാണ്. ഈ പടത്തിനെ ദ നൈറ്റ് മെയർ എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ആൻഡ് ദിസ് പെയിൻറ്റിംഗ് ഇസ് സോ പോപ്പുലർ. ഇറ്റ്സ് കൺസിഡർഡ് വൺ ഓഫ് ദ സ്കേറിയസ്റ്റ് പെയിൻറ്റിങ്സ് ഓഫ് ഓൾ ടൈം. ഇത് ഇത്രയും പോപ്പുലർ ആകുന്നത് മനുഷ്യന് ഇതുമായി വല്ലാതെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. 1000 വർഷങ്ങൾ മുമ്പ് തൊട്ട് ഇന്ന് വരെ മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്കാണ് പ്രൂവ് ചെയ്യപ്പെട്ടത് ഇതൊരു സയൻറ്റിഫിക് ഫിനോമിനനാണ്. ഇതിനെ സ്ലീപ്പ് പാരാലിസിസ് എന്നാണ് വിളിക്കുന്നത്. സ്ലീപ്പ് പാരാലിസിനെ പറ്റി ഞാൻ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡ്രീംസിനെ പറ്റിയുള്ള വീഡിയോയിൽ. നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മനുഷ്യൻ്റെ സ്ലീപ്പ് 2 സൈക്കിൾസിലൂടെ കടന്നു പോകും. ഒന്നാണ് NREM സൈക്കിൾ ആൻഡ് ഒന്നാണ് REM സൈക്കിൾ. NREM എന്ന് പറയുന്നത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പാണ്. REM എന്ന് പറയുന്നത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പാണ്. REM റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ നമ്മുടെ ഐബോൾസ് ക്വിക്ലി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഉറക്കത്തിൽ. ആൻഡ് REM സ്ലീപ്പിലാണ് നമ്മുടെ മോസ്റ്റ് ഇൻറ്റൻസ് ഡ്രീംസ് കാണുന്നത്. നമ്മുടെ ഡ്രീംസ് ഇത്ര ഇൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഉറക്കത്തിൽ ആക്ട് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻസ് നമ്മുടെ മസിൽസിനെ പാരലൈസ് ചെയ്യും. NREM സ്ലീപ്പിൽ അത്ര ഇൻറ്റൻസ് ഡ്രീംസ് അല്ല ഉണ്ടാകുന്നത്. ആൻഡ് NREM സ്ലീപ്പ് പല സ്റ്റേജിലായിട്ടാണ് വരുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. ആൻഡ് ഈ സ്റ്റേജസിൽ സബ്സിക്വൻ്റ്ലി സ്റ്റേജസ് കഴിയും തോറും ബ്രെയിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ ആദ്യം NREM സ്ലീപ്പിലായിരിക്കും. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എത്തും. എന്നിട്ട് REM സ്ലീപ്പിലെത്തും. അത് കഴിയുമ്പോൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും സ്റ്റേജ് 1 ഓഫ് NREMലെത്തും. സ്ലീപ്പ് പാരാലിസിസ് സംഭവിക്കുന്നത് REM സ്ലീപ്പിൽ നിന്നും NREM സ്ലീപ്പിൻ്റെ സ്റ്റേജ് 1ലേക്ക് കടക്കുമ്പോൾ ബ്രെയിനിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായാലാണ്. REM സ്ലീപ്പിലായതുകൊണ്ട് തന്നെ മനുഷ്യൻ അനങ്ങാൻ സാധിക്കില്ല. സ്ലീപ്പ് പാരാലിസിസിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനങ്ങാൻ സാധിക്കാത്ത പോലെ നിങ്ങൾക്ക് തോന്നും.
പക്ഷേ സ്റ്റേജ് 1 ഓഫ് NREM സ്ലീപ്പും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പലതരം ഹാലൂസിനേഷനും കാണാൻ തുടങ്ങും. കാരണം സ്റ്റേജ് 1 ഓഫ് NREM സ്ലീപ്പിൽ ബ്രെയിൻ നല്ല ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ പല ഹാലൂസിനേഷനും ഇമേജറിയും നമുക്ക് തോന്നും. ഇതുകൊണ്ടാണ് നമുക്ക് പേടിയുള്ള പ്രേതങ്ങൾ നമ്മുടെ നെഞ്ചത്തിരിക്കുന്ന പോലെ തോന്നുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നത്, പക്ഷെ നമുക്ക് അനങ്ങാൻ സാധിക്കാത്തത്. ആയിരക്കണക്കോളം വർഷങ്ങൾ മുമ്പ് തൊട്ട് വരെ മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ഇത് പ്രേതങ്ങളുടെ എഫക്റ്റ് ആണെന്നും അവർ കിടക്കുന്ന മുറിയിൽ പ്രേതബാധയുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവർ ആ മുറിയിൽ ഓരോ പൂജ ചെയ്യുകയും ഓരോ പുണ്യതീർത്ഥം തളിക്കുകയും ബൈബിൾ വയ്ക്കുകയും പല കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് സയൻസ് അത് പ്രൂവ് ചെയ്തിരിക്കുന്നത് വെറും സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞൊരു ഫിനോമിനാണ്. അത് പ്രേതവുമായി ഒരു കണക്ഷനും ഇല്ല. നിങ്ങൾക്ക് ബ്രെയിനിനുണ്ടാകുന്ന ചെറിയ മിസ്കാൽക്കുലേഷൻസ് ആണ്. ആ സ്ലീപ്പ് പാരാലിസിസ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ബൈബിൾ വയ്ക്കുകയും അല്ലെങ്കിൽ പുണ്യതീർത്ഥം തളിക്കുകയോ ഒന്നും അല്ല അതിനുള്ള സൊല്യൂഷൻ. ഈസിയസ്റ്റ് മെത്തേഡ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വിരൽ അനക്കാൻ ശ്രമിക്കുക. കഷ്ടപ്പെട്ടാണെങ്കിലും അനക്കാൻ ശ്രമിക്കുക. അനക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേജ് 1 ഓഫ് NREM സൈക്കിളിലേക്ക് തിരിച്ചെത്തും. പാരാലിസിസ് നിൽക്കും. സ്ലീപ്പ് പാരാലിസിസ് കാരണം ഭയപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് വെറും ഒരു സയൻറ്റിഫിക് ഫിനോമിനനാണ്. അതിനൊരു പ്രേതവുമായോ ഒരു ആത്മാക്കളുമായോ ഒരു കണക്ഷനും ഇല്ല. ഇറ്റ് ക്യാൻ ബി സ്കെയറി ബട്ട് നോ ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് എ സയൻറ്റിഫിക് ഫിനോമിനൻ. മനുഷ്യന്മാരെ പ്രേതങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് മുറിയിൽ ആരോ ഉണ്ടെന്നൊരു തോന്നൽ വരിക, നമ്മുടെ പിന്നിൽ ആരോ ഉണ്ടെന്നൊരു തോന്നൽ വരിക. ഇത് പലപ്പോഴും കണ്ടുവരുന്ന ഫാക്ടറി വർക്കേഴ്സിലാണ്. ഫാക്ടറി വർക്കേഴ്സ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ പ്രേതങ്ങളെ കാണുന്നതും പ്രേതങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നതും. ആൻഡ് ഇന്ന് സയൻസ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20,000 Hz ആണ്. ഇതിന് താഴെയുള്ള സൗണ്ടിനെ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും ഇതിന് മേലെയുള്ള സൗണ്ടിനെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്നും വിളിക്കും. രണ്ടും മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. പക്ഷേ ഇൻഫ്രാസോണിക് സൗണ്ടിന് പ്രത്യേകതയുണ്ട്. ഇൻഫ്രാസോണിക് സൗണ്ട് വരികയാണെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ ഐബോൾസിൻ്റെ വൈബ്രേഷനായിട്ട് റെസണേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐബോൾസ് ആ റെസണൻസ് കാരണം വിവിഡ് ഇമേജറിയും ഹാലൂസിനേഷൻസും ഉണ്ടാക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇൻഫ്രാസോണിക് സൗണ്ട് നമുക്കൊരു പ്രസൻസ് ഉണ്ടെന്ന് പലപ്പോഴും തോന്നിക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ഫാക്ടറി വർക്കേഴ്സിന് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന ഫാക്ടറീസിൽ വലിയ ഫാൻസ് ഉണ്ടായിരിക്കും. ഈ ഫാൻസിൻ്റെ വൈബ്രേഷൻ ഇൻഫ്രാസോണിക് റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാലൂസിനേഷൻസും പ്രേതബാധയുടെ ഫീലിങ്സും എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഫാൻ ഓഫ് ചെയ്താൽ അൺസർപ്രൈസിംഗ്ലി അവരുടെ ഈ ഭയവും കുറയും, അവർ കാണുന്ന ഇമേജറിയും നിൽക്കും. നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യത്തിലേക്ക് വരാം. പല സിനിമകളിലും ആൻഡ് പല ഗോസ്റ്റ് ഹണ്ടേഴ്സിലും ആൻഡ് ഈവൻ ഈ ഇടയ്ക്ക് ഇറങ്ങിയ മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധ്യതയാണ് പ്രേതത്തിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഒരു EMF മീറ്ററും കൊണ്ടുപോകുന്നത്. അതായത് പ്രേതമുള്ള സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ മാറും എന്ന് പറയുന്നത്. ഇത് മണ്ടത്തരമാണെന്ന് സയൻസ് പലതവണ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സയൻറ്റിസ്റ്റ് വിശ്വസിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ മാറുന്ന സ്ഥലത്ത് പോവുകയാണെങ്കിൽ ബ്രെയിൻ ഫംഗ്ഷൻ അതനുസരിച്ച് മാറുന്നതുകൊണ്ട് നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്യാനും പ്രേതം ഉണ്ടെന്ന് വിചാരിക്കാനും തുടങ്ങുന്നതാണ്. ഇത് കുറേ നാളത്തേക്ക് സയൻറ്റിസ്റ്റ് വിശ്വസിച്ചിരുന്നു. ന്യൂറോ സൈക്കോളജിസ്റ്റായ മൈക്കിൾ പെർസിംഗർ വർഷങ്ങളോളം ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് വരുത്തി അവരുടെ തലയിൽ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. എന്നിട്ട് അവരോട് ചോദിച്ചു അവരെന്തെങ്കിലും അൺനാച്ചുറലായിട്ട് ഒബ്സർവ് ചെയ്തു എന്ന്. 80% ആൾക്കാരും പറഞ്ഞു അവരൊരു പ്രസൻസ് ഫീൽ ചെയ്തുവെന്നോ അല്ലെങ്കിൽ അവർ ദൈവത്തിനെ കണ്ടുവെന്നോ അല്ലെങ്കിൽ ആരോ അവരെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ തോന്നിയെന്നോ അവർ സെക്ഷുവലി അറൗസ്ഡ് ആയെന്നോ. ഫേമസ് പാരസൈക്കോളജിസ്റ്റായ സ്യൂ ബ്ലാക്ക്മോർ പറഞ്ഞു പുള്ളിക്കാരി ആരോ കാലിൽ വലിച്ചുകൊണ്ടുപോയി ഭിത്തിയിൽ കയറ്റുന്ന പോലെ തോന്നിയെന്ന്. ഫേമസ് ആൾക്കാരിൽ ആകെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാതിരുന്നത് നിരീശ്വരവാദിയും എവല്യൂഷണറി ബയോളജിസ്റ്റുമായ റിച്ചർഡ് ഡോക്കിൻസ് ആണ്. എനിവേസ് ഈ ഒക്കേഷണൽ ഏത്തിസ്റ്റ് അല്ലാതെ ബാക്കി എല്ലാവർക്കും എന്തൊക്കെയോ ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വീഡിഷ് സൈക്കോളജിസ്റ്റായ പെർ ഗ്രാൻക്വിസ്റ്റ് മറ്റൊരു എക്സ്പെരിമെൻ്റ് നടത്തി. അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ തലയിൽ ഇതേ ഹെൽമെറ്റ് അദ്ദേഹം വെച്ച ഇതേ ഹെൽമെറ്റ് മൈക്കിൾ പെർസിംഗർ വെച്ച് ഇതേ ഹെൽമെറ്റ് വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് പറയാൻ, ഞാൻ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ് എന്തൊക്കെ തോന്നുന്നു എന്ന് പറയാൻ. അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയത് ഏകദേശം 30ഓളം ആൾക്കാരിലാണ്. അതിൽ 22 ആൾക്കാരും പറഞ്ഞു അവർ സ്പിരിച്വലി എന്തൊക്കെയോ ഫീൽ ചെയ്തു എന്ന്. പക്ഷേ ഫൺ ഫാക്ട് എന്തെന്ന് വെച്ചാൽ അതിൽ 11 പേർക്ക് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആയിരുന്നുള്ളൂ. 11 പേർക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോലും ഇല്ലായിരുന്നു. അവർ ചുമ്മാ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ദ പവർ ഓഫ് സജഷൻ ആണ്. പുള്ളിക്കാരൻ്റെ എക്സ്പെരിമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, പുള്ളിക്കാരൻ്റെ എക്സ്പെരിമെൻറ്റിൽ മാത്രമല്ല മൈക്കിൾ പെർസിംഗറിൻ്റെ എക്സ്പെരിമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അറിയാമായിരുന്നു എന്താണ് എക്സ്പെരിമെൻ്റ് എന്ന്. അവരുടെ തലയിൽ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്തിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണെന്ന്. ഈ പവർ ഓഫ് സജഷൻ കാരണമാണ് അവർക്ക് ഓരോന്ന് തോന്നുന്നത്.
പ്രൊഫസർ റിച്ചർഡ് വൈസ്മാൻ്റെ ബുക്കായ പാരനോർമാലിറ്റിയിൽ നിന്നാണ് ഈ വീഡിയോയിലെ പല കോണ്ടന്റ് വരുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് ഐ ഹവ് എവർ റെഡ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. റിച്ചർഡ് വൈസ്മാനും കൊളീഗ്സും ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ 20 ആൾക്കാരെ പിടിച്ചു നിർത്തിയിട്ട് ഒരു പെർഫ്യൂമിൻ്റെ കുപ്പി എടുത്തിട്ട് തുറന്നിട്ട് പറഞ്ഞു, ഇതിനൊരു പെപ്പർമിൻറ്റ് ഫ്ലേവറാണ്, ഇതിൻ്റെ മണം വരുമ്പോൾ നിങ്ങൾ കൈ പൊക്കണം എന്ന്. ഓൾമോസ്റ്റ് എല്ലാവരും കൈ പൊക്കി. എന്നിട്ട് പറഞ്ഞൊരു ഫ്രഷ് നല്ലൊരു രസമുള്ളൊരു മണം വരുന്നുണ്ട്, ഒരു യുണീക്ക് മണം വരുന്നുണ്ടെന്ന്. പക്ഷേ ഇൻഫാക്റ്റ് അത് ജസ്റ്റ് വെള്ളമായിരുന്നു, കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുള്ള വെള്ളമായിരുന്നു. ഇതാണ് പവർ ഓഫ് സജഷൻ. നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരത് വിശ്വസിച്ച് തുടങ്ങും. ആൻഡ് ഇതിൻ്റെ ഗോസ്റ്റിൻ്റെ ടേംസിലുള്ള ഫേമസ് എക്സാമ്പിളാണ് ദ ഫാൻഡം ഓഫ് റാഡ്ക്ലിഫ് വാർഫ്. 1970 ലണ്ടനിൽ ഫ്രാങ്ക് സ്മിത്തും ജോൺ ഫിൽബിയും ഒരു ഫൺ എക്സ്പെരിമെൻറ്റ് നടത്തി. റാഡ്ക്ലിഫ് വാർഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിരം പ്രോസ്റ്റിറ്റ്യൂഷനും ക്രൈമും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവർ അവിടെ ഒരു വെയർ ഹൗസ് പണിയായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥ ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് അവരൊരു കഥ ഉണ്ടാക്കി. കഥ അനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പള്ളിയിലച്ചൻ ഉണ്ടായിരുന്നു. പള്ളിയിലച്ചൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിമ്പായിരുന്നു പള്ളിയിലച്ചൻ. അപ്പം ഒരു നല്ല ഭംഗിയുള്ള സ്ത്രീകളെ വിട്ട് ആണുങ്ങളെ വിളിച്ചു വരുത്തും ഒരു മുറിയിലേക്ക്. എന്നിട്ട് ആ സ്ത്രീയോ ആണും സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് പള്ളിയിലച്ചൻ കബോർഡ് തുറന്നു വന്ന് ഒരു വലിയ ഇരുമ്പ് വടിയിട്ട് ആണുങ്ങളെ അടിച്ചു കൊന്ന് അവരുടെ പൈസ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ഇവരുടെ കഥ അനുസരിച്ച് ഈ പള്ളിയിലച്ചൻ ഇപ്പോഴും റാഡ്ക്ലിഫ് വാർഫിലുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് കഥയാണ്, അവരുണ്ടാക്കിയതാണ്. ഇവർ കഥ ഉണ്ടാക്കിയതിന് ശേഷം മൾട്ടിപ്പിൾ ആൾക്കാർ പറയാൻ തുടങ്ങി ഇവർ ഇങ്ങനൊരു പള്ളിയിലച്ചൻ്റെ രൂപം കാണുന്നുണ്ട് റാഡ്ക്ലിഫ് വാർഫിലെന്ന്. ഇതാണ് പവർ ഓഫ് സജഷൻ. അത്രയും നാളില്ലാതിരുന്നൊരു രൂപം അന്ന് തൊട്ട് വന്നു തുടങ്ങി. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോയുടെ 3/4 കവർ ചെയ്തു. നമ്മൾ സൈക്കിക്സിനെ പറ്റി സംസാരിച്ചു, നമ്മൾ സ്പിരിറ്റ്സ്, ഗോസ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എല്ലാം കവർ ചെയ്തു. പക്ഷേ എന്നെ പേഴ്സണലി ഏറ്റവും ക്രീപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിയേർഡ് കോയിൻസിഡൻസസ് ആണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റി ഓർക്കുന്ന ഉടനെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഫോൺ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളൊരു സ്വപ്നം കാണും, എന്നിട്ട് എക്സാക്ട്ലി ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ സ്വപ്നത്തിൽ നടന്ന കാര്യം സംഭവിക്കും. ഇതെല്ലാം ഭയങ്കരമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ലോകത്തിൽ ഇതുപോലത്തെ പല ഇൻട്രസ്റ്റിങ്ങും പല വിയേർഡും ആയിട്ടുള്ള കോയിൻസിഡൻസസ് ഉണ്ടായിട്ടുണ്ട്. അതിലെ മോസ്റ്റ് ഫേമസ് എക്സാമ്പിളാണ് എബ്രഹാം ലിങ്കണിൻ്റെയും ജോൺ എഫ് കെന്നഡിയുടെയും തമ്മിലുള്ള സിമിലാരിറ്റീസ്. ലിങ്കണും കെന്നഡിയും നമുക്കറിയാം, രണ്ടുപേരും അമേരിക്കൻ പ്രസിഡൻസ് ആയിരുന്നു, രണ്ടുപേരും അസാസിനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരായിരുന്നു. ഇവർ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് ലിങ്കണിലും കെന്നഡിയിലും എക്സാക്ട്ലി 7 അക്ഷരമാണ്. ലിങ്കൺ മരിച്ചത് ഒരു ഫ്രൈഡേ ആണ്, കെന്നഡി മരിച്ചത് ഒരു ഫ്രൈഡേ ആണ്. ലിങ്കണിൻ്റെ തലയിലാണ് വെടിവെച്ചത്, കെന്നഡിയുടെയും തലയിലാണ് വെടിവെച്ചത്. ലിങ്കൺ എലക്റ്റായത് 1860-ലും കെന്നഡി എലക്റ്റായത് 1960-ലുമാണ്. ലിങ്കൺ മരിച്ചത് ഫോർഡ് തിയേറ്ററിലും കെന്നഡി മരിച്ചത് ഒരു ഫോർഡ് കാർ ഓടിക്കുമ്പോഴുമാണ്. ഇതുപോലത്തെ പല 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 സിമിലാരിറ്റീസും ഉണ്ട്. ഇത് ആദ്യം വായിക്കുമ്പോൾ എന്നെ ഒരുപാട് ക്രീപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഓവർ ടൈം ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പാറ്റേൺ മനുഷ്യന് കണ്ടുപിടിക്കണമെങ്കിൽ എവിടെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും തമ്മിൽ പാറ്റേൺസ് നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക. അതുകൊണ്ട് കോയിൻസിഡൻസസ് അങ്ങനെ ഉണ്ടാകുന്നതിൽ വലിയ അർത്ഥമില്ല. പിന്നെ കോയിൻസിഡൻസ് എന്ന് വിളിക്കുന്നത് അത് റെയർ ആയതുകൊണ്ടാണ്. ഇങ്ങനത്തെ ഇവൻറ്റ്സ് സംഭവിക്കും ഓൺ എ ലാർജ് സ്കെയിൽ. ഇത്രയും മനുഷ്യരില്ലേ ഭൂമിയിൽ, ഇങ്ങനത്തെ ഇവൻറ്റ്സ് സംഭവിക്കും. ഇതിനെ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എനിവേസ്, എന്നെ ഇതിലും കൂടുതൽ സ്കെയർ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ആൻഡ് അത് ഡ്രീംസാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഡ്രീംസ് നമ്മുടെ ലൈഫിൽ തന്നെ ഫ്യൂച്ചറിൽ സംഭവിക്കും. പലരും പല ഭൂമി കുലുക്കവും പല സുനാമിയും പല സൈക്ലോണും സ്വപ്നം കണ്ടിട്ടുണ്ട് അതിൻ്റെ നടക്കുന്നതിന് മുമ്പ്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഫേമസ് എക്സാമ്പിൾസ് 2 എണ്ണമാണ്. ഒന്ന് എബ്രഹാം ലിങ്കണിൻ്റെയാണ്. എബ്രഹാം ലിങ്കൺ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നു, ഒരു പ്രസിഡൻറ്റിനെ ഒരാൾ അസാസിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് 2 ആഴ്ച ശേഷം അദ്ദേഹത്തിനെ അസാസിനേറ്റ് ചെയ്ത് അദ്ദേഹം മരിച്ചു. ഫേമസ് ഓത്തറായ മാർക്ക് ട്വെയിൻ ഒരു സ്വപ്നം കണ്ടിരുന്നു. സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്രദർ ശവപ്പെട്ടിയിൽ കിടക്കുന്നതായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദർ ഒരു എക്സ്പ്ലോഷനിൽ മരിച്ചു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ക്രീപ്പി ഡ്രീംസ് സത്യമാകുന്നത്? മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു 10 വാക്കുകൾ മെമ്മറൈസ് ചെയ്യാൻ തന്ന ഓർമ്മയുണ്ടോ? അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചേ. 10 സെക്കൻഡ് വരെ. ഇനി നിങ്ങൾക്ക് പാടായിരിക്കും, 10 വാക്കുകൾ ഓർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ 5 വാക്കുകൾക്ക് ഞാൻ നിങ്ങൾക്ക് ക്ലൂ തരാം. ലൈറ്റ്, ടൈം, ഫ്രൂട്ട്, ബുക്ക്, വിങ്സ്. 5 വാക്കുകൾക്ക് ഈ വാക്കുകളുമായി സാമ്യമുണ്ട്. ഓർത്തെടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഇപ്പം നിങ്ങളിൽ പലരും ആ 10 വാക്കുകളിൽ ഒരു 5 വാക്കെങ്കിലും ഈസി ആയിട്ട് ഓർത്തെടുത്ത് കാണും. ഇത് തന്നെയാണ് സ്വപ്നങ്ങളിൽ സംഭവിക്കുന്നത്. നമ്മൾ ഓൺ ആവറേജ് ഒരു ദിവസം 4 സ്വപ്നമെങ്കിലും കാണാറുണ്ട്. ആൻഡ് നമുക്ക് വേണ്ട സ്വപ്നങ്ങൾ മാത്രമേ നമ്മൾ ഓർത്തിരിക്കൂ. ലെറ്റ്സ് സേ നിങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു 6-7 സ്വപ്നം കണ്ടു. ഓക്കെ, എല്ലാത്തിനെ പറ്റി നിങ്ങൾക്ക് വളരെ ചെറിയ മെമ്മറി ഉണ്ട്. ഓക്കെ, വളരെ ചെറിയ മെമ്മറി.
അതിൽ ഒരെണ്ണത്തിൽ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുകയാണ്, ഒരെണ്ണത്തിൽ നിങ്ങൾ മോഹൻലാലിനെ പരിചയപ്പെടുകയാണ്, ഒന്നിൽ നിങ്ങൾ ഒരു വെക്കേഷന് പോവുകയാണ്, ഒന്നിൽ നിങ്ങളൊരു ചോക്ലേറ്റ് ജാറിൽ വീണ് മരിക്കുകയാണ്, ഒന്നിലൊരു എർത്ത് ക്വേക്ക് ഉണ്ടാവുകയാണ്. 4-5 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പ്രൊമോഷൻ ഡ്രീമിനെ മാത്രമേ ഓർക്കൂ, ബാക്കി 5 ഡ്രീം നിങ്ങൾ മറക്കും. അല്ല, 4-5 ദിവസത്തിന് ശേഷം ഒരു എർത്ത് ക്വേക്ക് ആണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾ എർത്ത് ക്വേക്ക് മാത്രം ഓർക്കും, ബാക്കി 5 ഡ്രീം മറക്കും. അതായത് നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് ഓർക്കും, ബാക്കി നടക്കാത്ത ഒന്നിനെ പറ്റിയും നമ്മൾ ഓർക്കില്ല. പ്ലസ് മോർ ഇൻട്രസ്റ്റിംഗ്ലി, മനുഷ്യന്മാർ അവർക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ അവർ ഫിയർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി നാച്ചുറൽ. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കോപ്പിംഗ് മെക്കാനിസമാണ്. നമുക്ക് റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ആങ്സൈറ്റി ഫിയറോ വന്നാൽ നേരിടാനുള്ള പ്രിപ്പറേഷനാണ് ഇങ്ങനത്തെ സ്വപ്നങ്ങൾ. ഇനി ആലോചിച്ച് നോക്ക്, എബ്രഹാം ലിങ്കണ് ലൈഫിൽ ഇഷ്ടം പോലെ ഡെത്ത് ത്രെറ്റ്സ് വന്നിട്ടുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റി പലരോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരു പേടി ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നത്. അല്ലെങ്കിൽ മാർക്ക് ട്വെയിനെ പോലെ ഏതൊരു മനുഷ്യനും വളരെ പേടിയുള്ള കാര്യമാണ് അവർക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിനെപ്പറ്റി സ്വപ്നം കാണും. ആൻഡ് അതങ്ങനെ സംഭവിച്ചാൽ അവർ രണ്ടിനെയും കൂടെ ലിങ്ക് ചെയ്യും. പക്ഷേ സ്വാഭാവികമാണ്, നമുക്ക് പേടിയായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ലാർജ് സ്കെയിലിൽ ഒരുപാട് സംഭവിക്കും. ഇപ്പം നിങ്ങൾക്ക് സംഭവിച്ചില്ലെങ്കിൽ ലോകത്ത് വേറെ ആർക്കെങ്കിലും സംഭവിക്കും. നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ ലോകത്തിൽ ആർക്കെങ്കിലുമൊക്കെ ലോട്ടറി അടിക്കുമല്ലോ. ഇത് തന്നെയാണ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിലും പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ കോയിൻസിഡൻസും അല്ല. ഇങ്ങനെ സ്വപ്നം കാണുന്നത് നമുക്ക് വലിയ കാര്യമായി തോന്നുമെങ്കിലും അതൊരു വലിയ കാര്യവുമല്ല. ഓക്കെ, അപ്പോൾ ഇതിന് പിന്നിലുള്ള സയൻസ് എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഇറ്റ്സ് അപ്പ് ടു യു ടു ഡിസൈഡ് വെദർ യു ബിലീവ് ഇൻ ഗോസ് ഓർ നോട്ട്. പക്ഷേ ഞാൻ പേഴ്സണലി ഇതിലൊന്നിലും ബിലീവ് ചെയ്യാത്തതിൻ്റെ 2 കാരണമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എവല്യൂഷനിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. സെക്കൻഡ് ഓഫ് ഓൾ, എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗോസ് ആവട്ടെ, സൂപ്പർ നാച്ചുറൽ ആവട്ടെ, ഗോഡ് ആവട്ടെ, എന്തും സൂപ്പർ നാച്ചുറലായിട്ടുള്ള എന്തും പേടിയുടെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനൊരു ഫേമസ് എക്സാമ്പിളുണ്ട്. കുറച്ച് കുട്ടികളെ എക്സാം ഹാളിൽ എക്സാം എഴുതിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ടീച്ചർ വന്ന് പറഞ്ഞു, പ്രേതങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞതും കുട്ടികളെല്ലാം കോപ്പി അടിക്കുന്നത് ഇൻസ്റ്റൻ്റ്ലി നിർത്തി. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവർ സെയിം കാര്യമാണ് ചെയ്യുന്നത്. അതായത് എല്ലാ സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസും ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഷുവർ, നമ്മൾ ഏതൊക്കെയോ രീതിയിൽ ആലോചിച്ചത് നല്ല കാര്യമാണ്. നമുക്ക് മനുഷ്യന്മാർ നല്ല രീതിക്ക് ജീവിക്കുന്നത്, തിന്മ ചെയ്യാതെ ലോ അബൈഡിങ് സിറ്റിസൺസായിട്ട് ജീവിക്കുന്നത് എന്തൊക്കെയോ ശക്തികളിൽ പേടിയുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഏത് ശക്തിയാവട്ടെ, ദൈവമാവട്ടെ, പിശാചാവട്ടെ, എന്ത് സൂപ്പർ നാച്ചുറൽ ബീയിങ് ആവട്ടെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യനുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ നന്മയും തിന്മയും അനുസരിച്ചാണ്. അവരുടെ നന്മ അനുസരിച്ച് സ്ത്രീകൾ വീട്ടിലിരിക്കുന്നതാണ് നന്മ. ഡിവോഴ്സ് ഒരു തിന്മയാണ്. ഹോമോസെക്ഷുവാലിറ്റി ഒരു ക്രൈമാണ്. റിലീജിയനിൽ വിശ്വസിച്ചില്ലെങ്കിൽ അതൊരു തെറ്റാണ്. എൻവയോൺമെൻറ്റിനെ പറ്റി ആരും കെയർ ചെയ്തിരുന്നില്ല. എവല്യൂഷനിൽ ആരും ബിലീവ് ചെയ്തിരുന്നില്ല. മനുഷ്യൻ മൃഗത്തിനെക്കാട്ടിലും മേലെയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ആത്മാവിൽ വിശ്വസിക്കുന്നവരെ നന്മയായിരുന്നു. അവരുടെ നന്മയും തിന്മയും ഡിഫറൻ്റാണ്. അതല്ല ഇന്നത്തെ നന്മയും തിന്മയും. മനുഷ്യൻ മാറി, മനുഷ്യൻ്റെ വാല്യൂസ് മാറി. പക്ഷേ സൂപ്പർ നാച്ചുറൽ ബീയിങ്സിൻ്റെ വാല്യൂസ് ഇന്നും അന്നത്തെ മനുഷ്യരുടെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ലൈഫിൽ എന്ത് തീരുമാനം എടുത്താലും അത് നമ്മുടെ യുക്തിക്കനുസരിച്ചായിരിക്കണം. നമ്മളൊരു ശരി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കണം. നമ്മളൊരു മോശം പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോശമാണെന്ന് തോന്നണം. അല്ല, ലൈഫിൽ ഒരു പ്രവൃത്തിയും ഒരു ശക്തിയും, അത് ദൈവമാവട്ടെ പിശാചാവട്ടെ, ഒരു ശക്തിയും പേടിച്ചുകൊണ്ട് ചെയ്യരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.